വിനീത് ശ്രീനിവാസിന്റെ അസിസ്റ്റന്റായി മലയാള സിനിമയിലേക്ക് കടന്നു വന്നയാളാണ് ബേസിൽ ജോസഫ്. 2015 റിലീസായ കുഞ്ഞി രാമായണത്തിലൂടെയാണ് ബേസിൽ സ്വതന്ത്ര സംവിധായകനാകുന്നത്. പിന്നീട് ടൊവിനോയെ നായകനാക്കി ഗോദ, മിന്നൽ മുരളി എന്നീ ചിത്രങ്ങളും ബേസിൽ സംവിധാനം ചെയ്തു. സംവിധാനത്തോടൊപ്പം അഭിനയവും തനിക്ക് വഴങ്ങുമെന്ന് ബേസിൽ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ടൊവിനോ തോമസുമായുള്ള സൗഹൃദത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് ബേസിൽ ജോസഫ്. ടൊവിനോയോടൊപ്പം ഡിയർ ഫ്രണ്ടിൽ ബേസിലും അഭിനയിച്ചിട്ടുണ്ട്. ഇരുവരും തമ്മിൽ പരസ്പരം ട്രോളികൊണ്ടുള്ള ഫോട്ടോകൾ സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും ചർച്ചയാകാറുണ്ട്. ടൊവിനോ നിർമ്മിക്കുന്ന പുതിയ ചിത്രമായ മരണമാസിന്റെ പൂജയുടെ വീഡിയോ വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. അതിനെക്കുറിച്ച് സംസാരിക്കുകയാണ് ബേസിൽ. പൂജ കഴിഞ്ഞ് കർപ്പൂരം കാണിച്ചപ്പോൾ ടൊവിനോ കൈ കാണിച്ചെന്നും എന്നാൽ പൂജാരി ടൊവിനോയെ മൈൻഡ് ചെയ്തില്ലെന്നും ബേസിൽ പറഞ്ഞു. ടൊവിനോയുടെ കഷ്ടകാലത്തിന് താൻ അവന്റെ അടുത്ത് ഉണ്ടായിരുന്നെന്നും അതിന്റെ പേരിൽ അവനെ കുറെ കളിയാക്കിയെന്നും ബേസിൽ കൂട്ടിച്ചേർത്തു. ആ സിനിമ നിർമ്മാതാവായിട്ട് കൂടി അവനൊട്ടും വില കൊടുത്തില്ലെന്നും ബേസിൽ പറഞ്ഞു. ജിഞ്ചർ മീഡിയ എന്റർടൈൻമെന്റിന് നൽകിയ അഭിമുഖത്തിലാണ് ബേസിൽ ഇക്കാര്യം പറഞ്ഞത്. ആ പടത്തിന്റെ പൂജയ്ക്ക് പൂജാരി ബാക്കി എല്ലാവർക്കും കർപ്പൂരം തൊഴാൻ കൊടുത്തു. പക്ഷേ ടൊവി കൈ കാണിച്ചപ്പോൾ അയാൾ കൊടുത്തില്ല. അവന്റെ കഷ്ടകാലത്തിന് ഞാൻ അവന്റെ അടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. എനിക്ക് കിട്ടി, അവന് കിട്ടിയില്ല. പിന്നെ ആരോ അത് വീഡിയോയും എടുത്തു. ഇത്രയും പോരെ എനിക്കവനെ കളിയാക്കാൻ. ആ പടത്തിന്റെ പ്രൊഡ്യൂസറാണവൻ. എന്നിട്ടും പൂജാരിക്ക് പോലും അവനെ വിലയില്ല. കറക്റ്റായി നിന്റെ മുന്നിൽ തന്നെ വന്നു പെട്ടല്ലോ എന്നാണ് അവൻ പറഞ്ഞത്. ഇതൊക്കെ പറഞ്ഞ് അവനെ ഇനി അങ്ങോട്ട് കളിയാക്കാൻ തന്നെയാണ് എൻ്റെ ഉദ്ദേശം. ഇത്തരം സിറ്റുവേഷൻ പലർക്കും ഉണ്ടാവുന്ന കാര്യമാണല്ലോ, ബേസിൽ പറഞ്ഞു.